ഹലോ ഫ്രണ്ട്സ്, ഡെയിലി ലൈഫ് ഡയറീസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് ബെനിഫിറ്റിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ് ബെനിഫിറ്റ് ആർക്കൊക്കെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും, അപ്പോൾ ഈ ഒരു ബെനിഫിറ്റ് ക്ലെയിം ചെയ്ത് നിങ്ങൾക്ക് എത്ര എമൗണ്ട് വരെ ലഭിക്കും, അതുപോലെ നാളെ മുതൽ അതായത് April 7 മുതൽ ഇതിൻ്റെ നമുക്ക് കിട്ടുന്ന എമൗണ്ടിൽ ചേഞ്ച് വരികയാണ്. അപ്പോൾ അതും അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ അബ്രോഡ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൈൽഡ് ബെനിഫിറ്റ് സ്റ്റിൽ കിട്ടുമോ, അതുപോലെ തന്നെ കുട്ടികളുടെ നാട്ടിലാണ് ചൈൽഡ് ബെനിഫിറ്റ് കിട്ടുമോ, ഹസ്ബൻഡും വൈഫിനും രണ്ടുപേർക്കും കിട്ടുമോ, അതുപോലെ ഇൻകം നമ്മുടെ ആനുവൽ ഇൻകത്തിലൊക്കെ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം മൊത്തമായിട്ട് അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ചൈൽഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മളൊരു കുട്ടീനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് ഒത്തിരി കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു കോസ്റ്റിന് നമ്മൾ ഗവൺമെൻറ് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ചൈൽഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു PR കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടി ജനിച്ച് കഴിഞ്ഞ് 48 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ചൈൽഡ് ബെനിഫിറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് സാധാരണ നമ്മൾക്ക് ലഭിക്കുന്നത് 4 വീക്കിലാണ്. യൂഷ്വലി നിങ്ങൾക്കത് പേ ചെയ്യുന്നത് എവറി 4 വീക്സിലാണ്. അതുപോലെ സിംഗിൾ പേരൻ്റ് ആണെങ്കിൽ എവറി വീക്ക് കിട്ടുന്നതാണ്. അപ്പോൾ സാധാരണ മൺഡേ ഓർ ട്യൂസ്ഡേയിലാണ് ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കിട്ടും. അതുപോലെ തന്നെ ഇതൊരു 3 മന്ത് ബാക്ക് ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ PR കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിലും ആ ഒരു 3 മാസത്തെ ഒരു ബാക്ക് ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് 3 മാസത്തെ എമൗണ്ട് ഒരുമിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ കയറുന്നതാണ്. ഇത് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, ആർക്കൊക്കെയാണ് എലിജിബിലിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു അണ്ടർ 16 ഉള്ള ഒരു ചൈൽഡിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ്. ആ കുട്ടിയെ വളർത്തുന്നത്, കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും ഒക്കെ നിങ്ങളാണ്. അതല്ല ഇനി 20 വയസ്സ് താഴെയുള്ള എഡ്യൂക്കേഷൻ പഠിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ്ങോ ചെയ്യുന്ന ജോലി ഇല്ലാത്ത കുട്ടികളുടെ കാര്യം നോക്കുന്ന നിങ്ങളാണെങ്കിലും നിങ്ങൾ ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾ എലിജിബിളാണ്. ഈ ഒരു ക്യാഷ് കിട്ടാനായിട്ട് നിങ്ങൾ എലിജിബിളാണ്. അതുപോലെ തന്നെ ഒരേ ഒരു പേരൻറ്റ് മാത്രമാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത്. ഫാദറിനും മദറിനും ഒരേ ടൈം അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഈതർ ഫാദർ ഓർ മദർ ഒരാൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഫാദറിനും മറ്റേ കുട്ടിക്ക് വേണ്ടി മദറിനും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഫാദറിനും മദറിനും ഒരുമിച്ച് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഒരാൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ. അതുപോലെ വേറെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ PRന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നമുക്ക് PR കിട്ടുന്നതിന് മുമ്പ് നമ്മളോട് പ്രത്യേകം പറയുന്നത് നമുക്ക് നോ പബ്ലിക് ഫണ്ടാണ്. നമുക്ക് പബ്ലിക് ഫണ്ട് ഒന്നും അസസ് ചെയ്യാനുള്ള നമുക്ക് പെർമിഷൻ ഇല്ല. അപ്പോൾ ഈ ഒരു ചൈൽഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഫണ്ട് കാറ്റഗറി വരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് PR കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. PRന് മുമ്പ് ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പബ്ലിക് ഫണ്ട് കാറ്റഗറി വരുന്നതായതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ PRനെ ബാധിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ അതിനെക്കുറിച്ച് അവെയർ ആയിട്ടിരിക്കുക. ഇനി ഇൻ കേസ് നിങ്ങളുടെ കുട്ടി നാട്ടിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ കുട്ടി നാട്ടിലാണെങ്കിൽ കൂടി നിങ്ങളാണ് ആ കുട്ടിയുടെ ചിലവെല്ലാം എടുക്കുന്നത്. ആ കുട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള ക്യാഷ് അയച്ചു കൊടുക്കുന്നതും കുട്ടിയുടെ കാര്യം എല്ലാം നോക്കുന്നത് നിങ്ങളാണെങ്കിൽ അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് HMRCനെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഇൻകം എന്ന് പറയുന്നത് നിങ്ങളുടെ ആനുവൽ നെറ്റ് ഇൻകം 60,000 പൗണ്ടിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇൻ കേസ് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ നിങ്ങളൊരു ടാക്സ് പേ ചെയ്യാനായിട്ടുണ്ട്. ടാക്സ് പേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല നിങ്ങളുടെ എമൗണ്ട് നിങ്ങളുടെ സാലറി ആനുവൽ സാലറി 60,000 താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ഒന്നും പേ ചെയ്യേണ്ട കാര്യമില്ല. ടാക്സ് പേ ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സാലറി എന്ന് പറഞ്ഞാൽ ഒരിക്കലും കമ്പൈൻഡ് അല്ല, ഫാദറിൻ്റെയും മദറിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ളതല്ല. ഇപ്പോൾ ഫാദറാണ് ഇതിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പേരൻ്റ് ഫാദറിൻ്റെ മാത്രം ആനുവൽ സാലറിയാണ് നോക്കുന്നത്. മദറാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മദറിൻ്റെ മാത്രം ആനുവൽ സാലറി നോക്കിയാൽ മതി. രണ്ടുപേരുടെയും കമ്പൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതൊരു 60,000 പൗണ്ടിൽ താഴെയാണെങ്കിൽ നമുക്ക് ഒരു ടാക്സും ഇല്ലാണ്ട് നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടി ഇപ്പോൾ ജനിച്ചത് UK പുറത്ത്, അതായത് ഇപ്പോൾ നമ്മുടെ പലരും തന്നെ ഇപ്പോൾ കുട്ടികൾ നാട്ടിലൊക്കെ ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും UK വരുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ചൈൽഡ് ബെനിഫിറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കാണെങ്കിൽ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ചൈൽഡിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ പാസ്പോർട്ടും വേണമെന്ന് തോന്നുന്നു. പക്ഷേ കുട്ടികൾ ബോൺ ഇൻസൈഡ് UK ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്യാനായിട്ട് കാര്യമില്ല. പിന്നെ ഈ ചൈൽഡ് ബെനിഫിറ്റിൻ്റെ മെയിൻ ബെനിഫിറ്റ് നമുക്കറിയാം. മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു 4 വീക്സിൽ നമുക്കൊരു സർട്ടൻ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വരും. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ബെനിഫിറ്റ്. അപ്പോൾ ഇത് കൂടാതെ ഈ ഒരു ബെനിഫിറ്റ് കൂടെ നമുക്കൊരു കുട്ടീനെ നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ നമുക്കൊരു ഫിനാൻഷ്യലി നമുക്ക് വളരെ നല്ല ഹെൽപ്പാണത്. ആ ഒരു ഹെൽപ്പ് കൂടാണ്ട് നമുക്ക് ഇതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൈൽഡ് ബെനിഫിറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നാഷണൽ ഇൻഷുറൻസ് നമ്പർ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അവരത് അപ്ലൈ ചെയ്യാതെ തന്നെ നാഷണൽ ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യാതെ തന്നെ അവർക്ക് 16 വയസ്സാവുന്നതിന് മുമ്പ് ഷോർട്ട്ലി തന്നെ നിങ്ങൾക്ക്
നാഷണൽ ഇൻഷുറൻസ് നമ്പർ കിട്ടുന്നതാണ്, അപ്ലൈ ചെയ്യാണ്ട് തന്നെ കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നാഷണൽ ഇൻഷുറൻസ് ക്രെഡിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചൈൽഡ് ബെനിഫിറ്റിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടി വന്നിട്ട് അണ്ടർ 12 ആണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ഈ നാഷണൽ ഇൻഷുറൻസ് ക്രെഡിറ്റ്സ് നമുക്ക് കിട്ടും. അത് ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റാണ്. അപ്പോൾ ഈ ഒരു നമുക്കൊരു എമൗണ്ട് കിട്ടുന്നത് കൂടാതെ ഉള്ള ബെനിഫിറ്റുകൾ ഇതൊക്കെയാണ്. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, നാളെ മുതൽ അതായത് April 7 മുതൽ ഈ ചൈൽഡ് ബെനിഫിറ്റിൻ്റെ കോസ്റ്റിൽ ഡിഫറൻസ് വരുവാണ്. അതായത് നാളെ മുതൽ ചൈൽഡ് ബെനിഫിറ്റിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ആവും. അപ്പോൾ ഇത്രയും നാൾ എൽഡസ്റ്റ് ചൈൽഡിൻ്റെ കിട്ടിക്കൊണ്ടിരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ £25.60 ആയിരുന്നു. അപ്പോൾ നാളെ മുതൽ £26.05 ആണ്. അതുപോലെ തന്നെ വേറെ കുട്ടി ഉണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്ന £16.95 ആണെങ്കിൽ അത് നാളെ മുതൽ £17.25 ആവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു £17.25 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്, 2 കുട്ടിയാണോ 3 കുട്ടിയാണോ, അവർക്ക് എല്ലാവരും സെയിം എമൗണ്ട് ആയിരിക്കും. അത് പിന്നെ കുറയത്തില്ല. എൽഡസ്റ്റ് ചൈൽഡിൻ്റെ സെക്കൻഡ് ചൈൽഡിന് വ്യത്യാസമായിരിക്കും. പിന്നെ സെക്കൻഡ് തേർഡ് എത്ര കുട്ടികളുണ്ടെങ്കിലും ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് സെയിം ആയിരിക്കും. ഇപ്പോൾ ഒരു ഷോർട്ട് പീരീഡായിട്ട് നിങ്ങൾ നാട്ടിൽ വല്ലതും പോകുമെന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ മരിച്ചു അങ്ങനെയൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ അപ് ടു 12 വീക്സ് ആണ് നിങ്ങൾക്ക് ചൈൽഡ് ബെനിഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ എന്തെങ്കിലും മെഡിക്കൽ റീസൺ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ റീസൺ, നിങ്ങളുടെ ആർക്കെങ്കിലും എന്തെങ്കിലും മെഡിക്കൽ റീസൺ ആയിട്ട് പോവുകയാണെങ്കിൽ അപ് ടു 12 വീക്സ് വരെ കിട്ടും. അതല്ല എന്തെങ്കിലും ഹോളിഡേ, ബിസിനസ് അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അപ് ടു 8 വീക്സ് വരെ നിങ്ങൾക്ക് ചൈൽഡ് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഈ യു കെ ആയിട്ട് സോഷ്യൽ സെക്യൂരിറ്റി എഗ്രിമെൻ്റ് ഉള്ള ഏതെങ്കിലും കൺട്രിയിലോട്ട് മൂവ് ചെയ്താലും സ്റ്റിൽ നിങ്ങൾക്ക് ചൈൽഡ് ബെനിഫിറ്റ് നിങ്ങൾ എലിജിബിൾ ആണ്. പക്ഷേ അതല്ലാതെ വേറെ ഏതെങ്കിലും കൺട്രിയിലോട്ടൊക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിത് HMRCനെ അറിയിക്കണം, നിങ്ങൾ ചൈൽഡ് ബെനിഫിറ്റിന് അപ്പം എലിജിബിൾ അല്ല. അതുപോലത്തെ എന്തെങ്കിലും ഒരു നിങ്ങളുടെ സർക്കംസ്റ്റാൻസിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വേറൊരു കൺട്രിയിലോട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് മൂവ് ചെയ്യാണ്, അല്ല കുട്ടി ഇപ്പം കുട്ടിക്ക് ഒരു ജോലി കിട്ടി, അല്ലെങ്കിൽ 20 വയസ്സിന് മുകളിലായി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സർക്കംസ്റ്റാൻസിൽ ചേഞ്ച് വരുമ്പോൾ നിങ്ങളുടെ HMRC നിങ്ങൾ അതും അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ചൈൽഡ് ബെനിഫിറ്റിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ചൈൽഡ് ബെനിഫിറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.